ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. പാവപ്പെട്ടവർ പരസ്പരം ആശ്വസിപ്പിക്കുന്ന വാക്കാണ്. ഈ ദൈവമുഖം സമർപ്പിതരുടെ മുഖമാണ് എന്ന് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ആവശ്യത്തോടെ വിളിച്ചു പറയുന്ന ആയിരങ്ങളുടെ ജീവിതകഥ അവതരിപ്പിക്കുന്ന സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ സംവാദവേദിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നഥാനിയേലിനെ ഈശോ കണ്ടുമുട്ടുന്ന രംഗത്തിന് തൊട്ടു മുമ്പ് നഥാനിയേൽ ഫിലിപ്പോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഇതേ ചോദ്യം ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തെ പറ്റി ഒരു കാലത്ത് ചോദിച്ചിരുന്നു. തങ്കമണിയിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഒരു കാലത്ത് പോലീസിന്റെ മഹാപീഡനം ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രാമം പൊതുസമൂഹത്തിനു മുമ്പിൽ അപമാനവീകരണത്തിന് വിധേയമായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹസ്പർശം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി തങ്കമണിയെ തങ്കമണിയിക്കുന്ന നിരവധി ദൈവവിളികൾ കൊണ്ട് സമ്പന്നമാണ് ഇന്ന് തങ്കമണി ഗ്രാമം. തങ്കമണിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു പൊന്നുമണി ഇന്ന് ഗുഡ്നെസ് ടിവിയുടെ ഈ സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ സമർപ്പിത ജീവിത വേദിയെ ധന്യമാക്കാൻ എത്തുന്നത്. ദൈവദാൻ സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹത്തിന്റെ തങ്കമണിക്കാരി സിസ്റ്റർ ജിജി പുതുപ്പറമ്പിൽ. പരിചയപ്പെടാം, സ്വാഗതം ചെയ്യാം സ്നേഹപൂർവ്വം ഈ നല്ല വേദിയിലേക്ക്. സിസ്റ്റർ ജിജി DDS, ഇടുക്കി രൂപതയിലെ തങ്കമണി സെന്റ് തോമസ് ഇടവകയിൽ പുതുപ്പറമ്പിൽ ഭവനത്തിൽ ബേബിയുടെയും ഗ്രേസിയുടെയും 2ാമത്തെ മകൾ. സന്യാസമാണ് തന്റെ ദൈവവിളിയെന്ന് മനസ്സിലാക്കി ദൈവദാൻ സന്യാസിനി സമൂഹത്തിൽ ചേർന്ന സിസ്റ്റർ BCom ബിരുദധാരിണിയാണ്. നിരാലംബരും നിസ്സഹായരുമായ രോഗികൾക്കിടയിൽ ആതുര ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ദൈവപുത്രനായ യേശുനാഥൻ തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിജയകരമായി നിർവഹിക്കുന്നു. ലോക്കൽ സുപ്പീരിയർ, പ്രോക്യൂറേറ്റർ ജനറൽ, അസിസ്റ്റന്റ് ജനറൽ, നോവിസ് മിസ്ട്രസ്, സുപ്പീരിയർ ജനറൽ തുടങ്ങിയ പല കോൺഗ്രിഗേഷൻ പദവികളും വഹിച്ചിട്ടുള്ള സിസ്റ്റർ ജിജിക്ക് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ തോമാസ് ലീഹയുടെ പാദസ്പർശമേറ്റ മലയാറ്റൂർ കുരിശുമുടിയുടെ ചുവട്ടിൽ മനോഹരമായ ഒരു ആതുര ശുശ്രൂഷാ കേന്ദ്രമുണ്ട്, ദേവദാൻ സെന്റർ. മലയാളികൾ ദൈവമുഖങ്ങൾ കണ്ടെത്തുന്ന ഒരിടമാണത്. നൂറുകണക്കിന് അഗതികളുടെ ആശ്രയ ഭവനമാണത്. അവിടെ ഒരിക്കലെങ്കിലും ചെല്ലുവാൻ ഹൃദയത്തിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്ന മലയാളികൾ കൊതിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഈ അഗതികളുടെ ആശ്രയമായ സമർപ്പിതരുടെ പ്രതിനിധിയായി സിസ്റ്റർ ജിജി. സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി ഇരിക്കാം. സിസ്റ്റർ ജിജി, ഞാൻ ആമുഖത്തിൽ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ പ്രേക്ഷകർ തങ്കമണിയെ പറ്റി തന്നെ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ തങ്കമണിയെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ ജന്മദേശത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം, വീടിനെ പറ്റി പറയാം, ദൈവവിളിയെ പറ്റി പറയാം. ഞാൻ ജനിച്ചതും വളർന്നതും തങ്കമണിയിലാണ്. എനിക്ക് അപ്പച്ചൻ, അമ്മച്ചി, ഒരു ബ്രദർ, ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ എൻ്റെ കൂട്ടത്തിൽ തന്നെ ദൈവദാൻ സന്യാസിനി സഭയിലെ സിസ്റ്ററാണ്. ബ്രദർ മാരീഡാണ്, ആൾക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ പഠിച്ചത് സെയിന്റ് തോമസ് ഹൈസ്കൂൾ തങ്കമണിയിലാണ്. ഞങ്ങളുടെ ആത്മവിദ്യാലയമാണ് സെന്റ് തോമസ് ഹൈസ്കൂൾ തങ്കമണിയിൽ പഠിച്ചതുകൊണ്ടായിരിക്കാം സെന്റ് തോമസ് ലീഗയുടെ ചുവട്ടിൽ തന്നെ വന്ന് ചേർന്നത് അല്ലേ? ഓക്കെ. പിന്നെ 10ാം ക്ലാസ്സിന് ശേഷം എനിക്കിങ്ങനെ അഗതി ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വികാരിച്ചനൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. അപ്പം വികാരിച്ചൻ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു സിസ്റ്റേഴ്സ് മിഷനിലുള്ള ഒരു സിസ്റ്റേഴ്സ് വന്നിരുന്നു,
അവരിങ്ങനെ പാവങ്ങളെയൊക്കെ സഹായിക്കുന്നവരാണെന്നാണ് പറഞ്ഞ്, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, തങ്കമണിയിലുള്ള ഫ്രണ്ട്സ് തന്നെ നമുക്കെന്നാൽ അങ്ങനെ പോയാലോ എന്ന് ചോദിച്ച് ഞങ്ങൾ തുരുത്തിപ്പുറം എന്ന സ്ഥലത്തൊരു ക്യാമ്പിന് അപ്പൊ പോയി. തങ്കമണിയിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊടുത്താലോ എന്ന് ചോദിക്കാൻ വേണ്ടിയുള്ള കൂട്ടുകെട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ആഗ്രഹമുള്ള പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഏത് കാലമായിരുന്നു അത്? 94-ലാണ് ഞാൻ SSLC എഴുതിയത്. 94-ലാണ് അല്ലേ? ഞങ്ങളുടെ ആ ബാച്ചിൽ നിന്ന് 10 പേരുണ്ട് സിസ്റ്റേഴ്സ്. ആ ബാച്ചിൽ നിന്ന് സിസ്റ്റേഴ്സ് ആയിട്ടുണ്ട്, തങ്കമണിക്കാര് തന്നെ. ഒറ്റ ബാച്ചിൽ നിന്ന് തങ്കമണിക്കാരനെ 10 പേര്. ഞങ്ങളുടെ ബാച്ചിൽ നിന്നുണ്ട് സിസ്റ്റേഴ്സ് ധാരാളം പേരുണ്ട്. സിസ്റ്റേഴ്സും അച്ഛന്മാരും അച്ഛന്മാരും ഉണ്ട്. ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ 9 പേരുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ് അച്ഛനും ഉണ്ട് ആ ബാച്ച്. ആണല്ലേ? തങ്കമണി ദൈവ വിളിയുടെ ഒരു കേദാരമാണ്. എന്നിട്ട് പോരട്ടെ. തുരുത്തിപ്പുറത്ത് പോയി. അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് ഞങ്ങളൊരു മിഷന് വേണ്ടി പാറ്റ്നയ്ക്ക് പോയി. പാറ്റ്നയിലായിരുന്നു. അവിടെ ചെന്ന് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരിക്കൽ മദർ തെരേസയുടെ കോൺവെന്റിൽ വിസിറ്റിങ്ങിന് പോയി. അവിടെ ഇങ്ങനെ ഒത്തിരി പാവപ്പെട്ടവർ, ഇങ്ങനെ കുഞ്ഞുമക്കള്, പാവപ്പെട്ടവര്, വയസ്സായവര്, കഷ്ടപ്പെടുന്ന ഒത്തിരി മനുഷ്യരെ കണ്ടപ്പം തുടങ്ങി എനിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായി. എനിക്കും അതുപോലെ ആയിക്കൂടെ? ഞാൻ പോയ ആ സമൂഹത്തിൽ കാര്യം പാവപ്പെട്ടവരുണ്ടെന്ന് പറഞ്ഞാൽ അനാഥ കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവരെയൊക്കെ മാര്യേജിന് ശേഷം പിന്നെ കുട്ടികളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അവർ കൂടുതലും മുൻതൂക്കം നൽകിയിരുന്ന ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇതല്ല എന്നുള്ള ഒരു ചിന്ത നിരന്തരം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആ സിസ്റ്റേഴ്സിനോട് 2-3 വർഷം കഴിഞ്ഞപ്പം പറഞ്ഞു, എൻ്റെ വിളി ഇതല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റേഴ്സ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. പോരാൻ നേരം എന്നോട് അവിടുത്തെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ചാർജുള്ള സിസ്റ്ററിനോട് പറഞ്ഞു, ഒരിക്കലും മോൾക്ക് വിളിയില്ലെന്ന് ഞങ്ങൾ പറയില്ല. മോൾക്ക് വിളി ചിലപ്പം മദർ തെരേസയുടെ കോൺവെൻറ്റ് പോലുള്ള കോൺവെൻറ്റുകളിലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഏതാ ഒരു അജ്ഞാതമായിരുന്നു വീട്ടിലോട്ട് വന്നതിന് ശേഷം. ഒരിടത്ത് നീ പോയി, ഇനി പോകേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം ഡിഗ്രിക്ക് പോയി ചേർന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ 15 വയസ്സ് പൂർത്തിയായിട്ടുണ്ടായില്ല. നേരത്തെ എഴുതിയത്. എൻ്റെ ബാച്ചുകാരൊക്കെ 95-ൽ എഴുതിയത്. ഞാൻ ഒരു ഇയർ നേരത്തെ എഴുതിയതാണ്. അവിടെ തിരിച്ചു വന്നപ്പോഴും എനിക്കൊരു 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉപ്പുതറയ്ക്ക് അടുത്തുള്ള CMI ഒരു ആശ്രമമുണ്ട്, പരപ്പ് ധ്യാന കേന്ദ്രം. അവിടെ ഞാൻ ധ്യാനത്തിന് പോയി. അപ്പൊ അവിടെ ചെന്ന് അബ്രഹാം പുതിയാത്തച്ഛൻ, അച്ഛനായിരുന്നു ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ. ഞങ്ങളിങ്ങനെ ധ്യാനത്തിന് അഡ്മിഷൻ എഴുതാൻ നിൽക്കുമ്പം തന്നെ എൻ്റെ കൂട്ടത്തിലൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേട്ടനോട്, ആ കൊച്ചേതാ, ആ കൊച്ചിനെ കണ്ടിട്ട് ഒരു ദൈവവിളിയുള്ള പോലെ ഉണ്ടല്ലോ എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടത്തിൽ വന്ന് ചേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അച്ഛൻ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും മൈൻഡൊന്നും ചെയ്തില്ല. ഇല്ല, ആ സമയത്ത് കൗൺസിലിങ്ങിനൊക്കെ ഞാൻ ചെന്നുപെടുന്നത് അച്ഛൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം അച്ഛന്, നിനക്കിങ്ങനെ ദൈവവിളിക്ക് പോകാൻ അച്ഛനും പാലാ കൊഴുവനാലും എന്നുള്ള ആളാണ്. ഞങ്ങളുടെ സ്ഥാപക പിതാവ് ഫാദർ അബ്രഹാം കൈപ്പമ്പിളാക്കലും പാലാ കൊഴുവനാലിയിലുള്ള ആളാണ്. അപ്പം അവര് നന്നായിട്ട് അറിയാവുന്ന. അപ്പം അച്ഛനെക്കുറിച്ചുള്ള സേവനത്തെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര ഹാർഡ് ലൈഫാണ്. 4 മണിക്ക് എഴുന്നേറ്റവർ പേഷ്യൻസിനെയൊക്കെ കുളിപ്പിക്കും, എല്ലാം ചെയ്തു കൊടുക്കുന്നത് അവർ തന്നെയാണ്. അവിടെ ജോലിക്കാരൊന്നുമില്ല, ഫുൾ ടൈം വർക്കാണ്. എന്നും മരണങ്ങളുണ്ട്, മരിച്ചവരെ ഒരുക്കുന്നതും അടക്കാൻ കൊണ്ടുപോകുന്നു, ഈവൻ ശവപ്പെട്ടി വരെ ഉണ്ടാക്കുന്ന സിസ്റ്റേഴ്സ് തന്നെയാണ്. നിനക്ക് താല്പര്യമുണ്ടോ അങ്ങനെ പോവാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര അട്രാക്റ്റീവായി. ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു ലൈഫ് പോലെ തന്നെ എനിക്ക് തോന്നി. ഞാനപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഉടനെ പോവണ്ട, 2-3 ധ്യാനം നടക്കുമ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് നീ ഒന്ന് സഹായിക്കുക, പ്രാർത്ഥിച്ചൊരുങ്ങി അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക്, 2 മാസം തന്നെ ആയില്ല, 2 ധ്യാനത്തിൽ സഹായിച്ചു കഴിഞ്ഞപ്പം തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്കിനി പോവാം, നീ പോവാനുള്ള പക്വതയിലൊക്കെ എത്തിയിട്ടുണ്ട്. പുതിയാത്തച്ഛനാണ് സത്യത്തിൽ പുതിയാത്തച്ഛനാണ്. ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്, എന്നെ വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ഈ സഭയിൽ ചേർന്നതെന്നാണ്. അങ്ങനെ എൻ്റെ ഫാദർ എന്നെ കൊണ്ടുവിട്ടു. അപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പുകളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പോവാൻ നിനക്ക് പറ്റുമോ? എൻ്റെ അമ്മയ്ക്കായിരുന്നു കൂടുതൽ എതിർപ്പ്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ മോശമായി കിടക്കുന്നതൊക്കെ കുറച്ച് അറപ്പുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ആള് വിചാരിച്ചു എനിക്കും അതൊന്നും ചെയ്യാൻ പറ്റൂല, നിനക്ക് അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, നിനക്ക് പോകാൻ പറ്റുമോ, പിന്നെയും പോയിട്ട് തിരിച്ചു വരേണ്ടി വരൂലേ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സൈലൻ്റ് ആയിരുന്നു, ഒന്നും തർക്കിക്കാനോ ഒന്നും പോയില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു.
അപ്പോൾ ഒരു ദിവസം അമ്മ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ വരാന്തയിൽ ഒരു അവശയായ ഒരു വൃദ്ധനായ മനുഷ്യനെ വൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ ആരോ കൊണ്ടിട്ടേക്കുക. അപ്പം എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ കാണുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അമ്മ അത് കണ്ടപ്പം ദേഷ്യപ്പെട്ടു. അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അമ്മയെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാതെ അമ്മ മാറി നിൽക്കും, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ആളെ ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി കയറ്റി കിടത്തി അമ്മ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഈ സഭയിലൊന്നും പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. അപ്പം എന്നെ സന്യാസ സഭ രണ്ടാമത് വിടാൻ അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പുമായിരുന്നു. ആ ഒരു സ്വപ്നത്തോടു കൂടി ഈ പാലാ ദൈവദാന സെൻറ്ററിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ സറണ്ടറായി. അമ്മ പിന്നെ ഫുൾ സപ്പോർട്ടായി, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ദൈവദാൻ സന്യാസി സമൂഹത്തിൽ ചേർന്നത്. 2003 ജനുവരിയിൽ ഞാൻ ഫസ്റ്റ് പ്രൊഫഷൻ ചെയ്തു. 2010 നിത്യവ്രതം ചെയ്തു. ആദ്യം ഞാൻ പറഞ്ഞ പോലെ കൈപ്പമ്പ്ളാക്കലച്ഛനാണ് ഞങ്ങളുടെ സ്ഥാപകന്. അച്ഛൻ 2014 നിര്യാതനായി. ഇപ്പം അച്ഛൻ മരിച്ചിട്ട് 9 വർഷമായി. എങ്കിലും അച്ഛൻ ഞങ്ങൾക്ക് പകർന്നു തന്ന ആ ചൈതന്യം ഞങ്ങൾക്കിന്നും മായാതെ മങ്ങാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് മറ്റു സന്യാസ സഭകളെ പോലെ ഹോസ്പിറ്റലുകളോ സ്കൂളുകളോ മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആരോരും ഇല്ലാത്ത നിർധനരും നിരാരംഭരും രോഗികളുമായവർക്കൊക്കെ അഭയം നൽകുക, ആശ്വാസം നൽകുക, അവരെ ദൈവസ്നേഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുക, നല്ല മരണത്തിനായിട്ട് ഒരുക്കുക. ഇതാണ് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അച്ഛൻ സ്ഥാപനം തുടങ്ങിയത്. ഇന്നും ഇപ്പം പലര് യാതൊരുവിധ വരുമാന മാർഗവും ഇല്ലാതെ ഞങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നു. പിന്നെ നാട്ടുകാരുടെ ഉദാരമനസ്കത കൊണ്ട്, പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് തുച്ഛമായ ഗ്രാൻറ്റ് കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത്. കേരളത്തിലുടനീളമായിട്ട് ഞങ്ങളൊരു 750 ആരും ഇല്ലാത്ത ആൾക്കാരെ നോക്കുന്നുണ്ട്. അപ്പം ചില സമയങ്ങളിൽ ഞങ്ങൾ തന്നെ വിചാരിക്കാറുണ്ട് ഇത്രയും ഇടയ്ക്കൊക്കെ ഞങ്ങളോട് പലരും പറയാറുണ്ട്, ഒരു സോഴ്സും ഇല്ലാതെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഇതൊക്കെ എങ്ങനെ തുടർന്നു കൊണ്ട് പോകാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ദൈവപരിപാലനയിൽ അടിയുറച്ച് വിശ്വാസമുണ്ട്. ഇപ്പോൾ ഒരു കോടികളുടെ ആവശ്യം നമുക്ക് വന്നാലും ദൈവം ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞങ്ങൾക്ക് കൊറോണ കാലത്ത് ആരും വിസിറ്റേഴ്സിനെയൊന്നും അലൗഡ് അല്ല. ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ വിസിറ്റേഴ്സ് വന്നാലും ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ മുന്നോട്ട്. അപ്പോൾ ആ സമയത്തെല്ലാം അടച്ചുപൂട്ടി, ആരെ അലൗഡ് അല്ല, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു 20 ലക്ഷം രൂപയോളം കടം വന്നു. അപ്പോൾ ഞാനൊരു ദിവസം നമ്മുടെ സിസ്റ്ററിനോട് പറഞ്ഞു, 20 ലക്ഷം രൂപയോളം കടമുണ്ട്, എന്ത് ചെയ്യുവാവോ, ആരും വരുന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ, നമ്മൾ ഇത്രയും കാലം എന്തെങ്കിലും ഉണ്ടായിട്ടാണോ നമ്മൾ മുന്നോട്ട് പോയത്? തമ്പുരാനല്ലേ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോ നമ്മുടെ കാര്യത്തിൽ ഇടപെടും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെഡിറ്റേഷനാണ് പോകുന്നത്. മെഡിറ്റേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നേക്കുക, 20 ലക്ഷം രൂപ അക്കൗണ്ടിൽ കയറി. അപ്പോൾ ഇതെങ്ങനെയെന്നുള്ള ഒരു അത്ഭുതമായിപ്പോയി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റ് കിട്ടും. അതെല്ലാ വർഷവും ഞങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടൂല, അവർ കുറേശ്ശെ പിടിച്ച് അങ്ങനെയേ തരുള്ളൂ. അപ്പോൾ ആ പിടിച്ചു വെച്ചിരുന്ന എമൗണ്ടുകളെല്ലാം അങ്ങോട്ട് അവർ ഒന്നിച്ചങ്ങിട്ട് തന്നു. കൃത്യം 20 ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടു. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളെ ഭയങ്കരമായിട്ടും ബാധിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ 2ാം നില വരെ വെള്ളം കയറി. അപ്പോൾ ഇങ്ങനെ കെട്ടിടമെല്ലാം ഭയങ്കരമായിട്ടും പൊട്ടിപ്പൊളിഞ്ഞു പോയി. അങ്ങനെയൊക്കെ വന്നപ്പം കുറച്ച് പണിയേണ്ട അത്യാവശ്യമായിട്ട് വന്നു. പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട്. എന്ത് ചെയ്യുമെന്നറിയാതിരിക്കുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും പരിചിതനായ നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് തന്നെ ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് വിളിക്കുക, സിസ്റ്ററെ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സാറെന്ന് പറയുന്ന കേരളത്തിലുടനീളമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ മാത്രമല്ല, നമ്മളെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളാണ്. അപ്പം ആ സമയത്ത് ആൾ നമ്മളെ തന്നെ വിളിക്കാൻ ഞങ്ങൾക്ക് അതൊരു ദൈവം. അപ്പം ഞാൻ ഒരു സാറേ, ഞാനൊരു 30 ലക്ഷം രൂപയോളം കടത്തിലാണ് നിൽക്കുന്നത്, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, എന്നാലും സിസ്റ്റർ വിഷമിക്കണ്ട, ആ എമൗണ്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ. 2 ദിവസത്തിനകം വേറെ ആരെയും കൊണ്ട് സാറ് സഹായിപ്പിച്ച് അതിട്ട് തന്നു. നമ്മളെ ഇപ്പോൾ 1 കോടി രൂപയുടെ നമുക്ക്, അതായത് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മേന്മ കൊണ്ടോ മഹത്വം കൊണ്ടോ ഒന്നും അല്ല ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണെന്ന തിരുവചനത്തിൻ്റെ ശക്തിയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ ദൈവം എത്രത്തോളം മാനിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ സമൂഹത്തിൽ വേറെ ഒന്നുമില്ല. രാവിലെ 4 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് ഇവരെല്ലാം
കുളിപ്പിക്കും. പിന്നെ ഇവരെ കുർബാനയ്ക്ക് കൊണ്ടിരുത്തും. വയ്യാത്തവർക്ക് കുർബാനയ്ക്ക് കൊടുക്കും. ഇവർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത്, ഇവരുടെ തുണി അലക്കുന്നത്. ഇവർ അതിനിടയ്ക്ക് മരണം ഉണ്ടാകും. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് 2-3 മരണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ വീട്ടുകാര് ഉള്ളവരാണോ ഇത്? വീട്ടുകാരുള്ളവരാണെങ്കിൽ നമ്മൾ അറിയിക്കും. ചിലപ്പോൾ മിക്കവരും ആരും അവിടെ ഇല്ലാത്തവരായിരിക്കും. വരുന്ന ആളുകൾ വീട്ടുകാരുള്ളവർ എത്ര പേരുണ്ടാവും? കുറച്ച് പേരുണ്ട്. അത് അവര് വീട്ടുകാർ ഇടയ്ക്ക് വരുമോ? വരും. അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കൊണ്ടുവിട്ടിരിക്കുന്ന വെച്ചാൽ നോക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഭയങ്കര കൂലിപ്പണിക്ക് പോകാതെ ജീവിക്കാൻ മാർഗമില്ല. കിടപ്പ് രോഗി, ഇവരെ ഇട്ടിട്ട് പോകാൻ പറ്റൂല. അങ്ങനെയുള്ള അവസ്ഥയെ കൊണ്ടുവിടുന്ന കുറെ പേരുണ്ട്. അവരിടയ്ക്ക് വരുവേ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. എത്ര പേരെ വരെ നിങ്ങൾ എടുക്കും? ഞങ്ങൾ ഇപ്പം മലയാറ്റൂരുള്ള സെന്ററിൽ നമുക്ക് 175 പേർക്കുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് വടക്കഞ്ചേരിയിൽ ഒരു സ്ഥാപനമുണ്ട്, അവിടെ 250ഓളം പേരുണ്ട്. വടക്കഞ്ചേരിയിലുണ്ട്. ഇനി ഞങ്ങൾക്ക് തലശ്ശേരിയിലുണ്ട്, അവിടെയുണ്ട് 175 പേര്. കാഞ്ഞൂരുണ്ട്, തങ്കമണിയിൽ ഒരു ഹൗസ് ഉണ്ട് ഞങ്ങൾക്ക്, അവിടെ 50 പേര്. അങ്ങനെ ഓരോ സ്ഥാപനത്തിനും ഇത്ര പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള സൗകര്യമുണ്ട്. അതനുസരിച്ച് നമ്മൾ എടുക്കും. എല്ലായിടത്തും മുഴുവൻ ആളുകളുണ്ടോ അതോ? എല്ലായിടത്തും മുഴുവൻ. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരാൾ മരിക്കാൻ ഇങ്ങനെ ഇഷ്ടം, ഇപ്പം തന്നെ ഒരു 50 അഡ്മിഷൻ ചോദിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ മരിച്ച്, അതായത് കിടപ്പ് രോഗികളാണ്. ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം മുഴുവൻ കിടപ്പ് രോഗികളാണ് വരുന്നത്. കിടപ്പ് രോഗികളെയൊക്കെ മറ്റു സ്ഥാപനങ്ങളിൽ ഒത്തിരി എടുക്കുന്നില്ല, അവർക്ക് എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കണ്ടേ. അപ്പൊ ഞങ്ങൾക്ക് മലയാറ്റൂര് തന്നെ 70 പേരുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കേണ്ടവര്. കുളിപ്പിച്ചു കൊടുക്കണം, വാരി കൊടുക്കണം, തീരെ ബെഡ്രിഡൺ ആയിട്ടുള്ളവര് 70 പേര്. ബാക്കിയുള്ളവരും രോഗികളാണ്. കൂടാതെ നിങ്ങളെ അസിസ്റ്റ് ചെയ്യേണ്ട ആരുമില്ല. അതായത് ഞങ്ങൾ ഒരു സ്ഥാപനം, അന്തേവാസികൾ അങ്ങനെയുള്ള ഒരു മനോഭാവം അല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങളൊരു കുടുംബം പോലെയാ. ഞങ്ങൾ അവരെ വിളിക്കുന്ന അപ്പച്ച, അമ്മച്ചി എന്നാ വിളിക്കുന്നത്. അവര് ഞങ്ങളെ മോനെ, മോളെ, കുട്ട, അമ്മ അങ്ങനെയൊക്കെ വിളിക്കും. അപ്പൊ അവരില് ഭയങ്കര രോഗികളായിട്ട് ബെഡ്രിഡൺ ആയിട്ട് വന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ശുശ്രൂഷ ലഭിച്ചതിന് പ്രകാരം അവർ ഏറ്റൊക്കെ നടന്ന് ആരോഗ്യം വീണ്ടെടുത്തവരുണ്ട്. അപ്പൊ അവരുടെ മനസ്സാലെ ഞങ്ങളെ സഹായിച്ചു തരും. ഇപ്പം ഞങ്ങൾ 8 സിസ്റ്റേഴ്സേ ഉള്ളൂ. എല്ലാവരെയും ഇപ്പം കുളിപ്പിക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് തന്നെ എത്തിപ്പെടാൻ പറ്റൂല. അപ്പം ഇങ്ങനെ ആരോഗ്യം വീണ്ടെടുത്തവര് അവര് ഞങ്ങളുടെ കൂടത്തിൽ വന്ന് ഞങ്ങളെ സഹായിച്ചു തരും, വെള്ളം കൊണ്ട് തരാനും. അവിടെ തന്നെയുള്ള അന്തേവാസികളായിട്ടുള്ള ആളുകൾ ഇപ്പൊ നമുക്കൊരു ആരോഗ്യമുള്ളവർ സഹായിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്വർഗരാജ്യമാണ്, മനോഹരമായൊരു ഇടമാണത്. ഇപ്പൊ ഞങ്ങൾക്കൊരു ഓവർലോഡ് വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് മോനെ വേണ്ട, ഞങ്ങൾ ചെയ്തു തരാം. അവർ സ്വയമായിട്ട് ഇങ്ങോട്ട് വരുവാ, വേണ്ട നിങ്ങൾക്ക് വയ്യാണ്ടാവും എന്നൊക്കെ പറയും. ഇല്ലില്ല ഞങ്ങൾ ചെയ്തു, നമ്മളെ കൊണ്ട് അങ്ങനെ. ഇപ്പൊ വെയിറ്റ് എടുക്കാൻ അരിയൊക്കെ വല്ലവരും കൊണ്ട് തരുമ്പോ അതൊക്കെ അങ്ങനെയൊക്കെ അവർ മുന്നോട്ട് വരും. അരിയൊക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ആരോഗ്യം വീണ്ടെടുത്ത് കുറച്ച് പിന്നെ അവർക്കൊരു വിൽ പവറാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പൊ അവര് ഭയങ്കര വയലന്റ് ആകുന്ന പേഷ്യൻസ് ഒക്കെയാണ്. അവര് നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം അവർ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ബെറ്റർ ആയി കഴിഞ്ഞാൽ അവര് ജോലികൾക്കൊക്കെ കൂടും, അവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പക്ഷെ അവർ ആ കോമ്പൗണ്ടിന്റെ പുറത്ത് പോകൂല. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാന്ന് അവർ പറയും, ഞങ്ങളെ കൊല്ലാൻ ആരാണ്ട് വരുന്നുണ്ട്, ഞങ്ങളെ ആരാണ്ട് ഓടിച്ചിടുന്നുണ്ട്. അവരുടെ വീട്ടിൽ പോലും പോയി അവർ നിൽക്കൂല. ഞങ്ങളുടെ കാഞ്ഞൂരുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഒരാളെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫോട്ടോയ്ക്ക് അവർ തിരിച്ചു കൊണ്ടിരുന്നു. ഇതെന്നാ പറ്റിയേ? എന്നെ കൊല്ലാൻ ആരാണ്ടോ, ഈ കോമ്പൗണ്ട് പുറത്തോട്ട് എന്നെ വിടരുതേ ഞാൻ. പക്ഷെ അതിനകത്ത് പുള്ളി നല്ല ആക്റ്റീവാ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനി ഒരു അമ്മച്ചി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. പോലീസുകാർ കൊണ്ടുവന്ന സെബിയൂര് പള്ളിയിൽ കയറിയിരുന്നിട്ട് അപ്പൊ ആള് സംസാരിക്കൂല. അപ്പൊ പള്ളിയിൽ ഇങ്ങനെ രാത്രിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പോലീസുകാര് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇല്ല, ആരും ഇല്ലാത്ത ഏതോ ഒരു മാനസിക രോഗിയാന്നൊക്കെ വിചാരിച്ചു കൊണ്ടുവന്നവര്. അപ്പൊ ഞങ്ങളും വിചാരിച്ചു ഹിന്ദിക്കാരോ ആന്ന് വിചാരിച്ചു. സംസാരിക്കൂല ആള്. അപ്പൊ ഞങ്ങള് തന്നെ ഒരു പേരൊക്കെ ആൾക്കങ്ങ് ഇട്ടു. അങ്ങനെ 8 വർഷത്തോളം ആള് ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സംസാരശേഷി ഇല്ല ആൾക്ക്. അപ്പൊ ഒരു ദിവസം ഒരു കൂട്ടർ ഇതുപോലെ ഫുഡ് തരാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഈ ചേച്ചിയെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ വിളിക്കുന്ന പേരൊന്നുമല്ല, ഉഷ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടിച്ചെല്ലുക. അപ്പോഴത്തേക്ക് നിങ്ങൾ അറിയുമോ, ഇതൊരു മലയാളി അല്ലല്ലോ എന്ന് പറയും. അല്ല സിസ്റ്റർ, ഇവിടെ അടുത്തുള്ളതാ എന്ന് പറഞ്ഞ് അവരിങ്ങനെ പരിചയപ്പെട്ടു. ഒരു മോനൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ പുള്ളി. ഇച്ചിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടുമുണ്ട്.
അപ്പം മോനെയൊക്കെ വിളിച്ച് അവർ വന്നു കണ്ടു. അവർ കുറേ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പുള്ളിയെ, പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല. ഞങ്ങൾ വേറെ പേരൊക്കെ ഇട്ടിരിക്കുന്നത്, ഇവിടെ വന്ന് ചോദിച്ചാലും നമുക്ക് പേരൊക്കെ എങ്ങനെ അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ആളെ വീട്ടിൽ കൊണ്ടുപോയി അവർ. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാർ വിളിച്ചേക്കുക, ആള് ഭയങ്കര വയലൻ്റായി, ആൾക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണമെന്ന് പറയുന്നു, ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്, ഞങ്ങൾ കൊണ്ടുവന്നോട്ടെ, ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആളുടെ ഭയങ്കര വയലൻ്റായി, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നല്ല മിടുക്കിയായിട്ട് ശാന്തമായിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മളുടെ ശുശ്രൂഷ കാരണം അത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നെന്നുള്ള ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പം. പിന്നെ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര വേദനാജനകമായ അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു. അപ്പം മണിയടിച്ചപ്പോൾ സിസ്റ്റർ ചെന്നു നോക്കി, സിസ്റ്റർ 1 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞു. സിസ്റ്റർ വെള്ളം എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാലും കൈയും എല്ലാം ഒടിഞ്ഞു ഞുറുങ്ങി മൃതപ്രായനായ ഒരു അപ്പച്ചനെ ഇങ്ങനെ ആ വരാന്തെ കിടത്തിയിട്ട് ആ ഓട്ടോയെ വന്നവർ വിട്ടുപോയി. അതാരാ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പച്ചൻ ഇങ്ങനെ കാലെല്ലാം പഴുത്ത് പുഴു പിടിക്കുന്ന ഒരു കണ്ടീഷനായി കാലൊക്കെ. അപ്പം അപ്പച്ചൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പച്ചനെ എവിടുന്നാന്നൊക്കെ ചോദിച്ചപ്പോൾ എടപ്പള്ളി പള്ളിയുടെ മുമ്പിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നതാ വണ്ടി ഇടിച്ച് ഇങ്ങനെ ആയിപ്പോയത്. ആരാ കൊണ്ടുവന്ന് വിട്ടതെന്നൊന്നും അപ്പച്ചനും അറിയത്തില്ല. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ സഹായിച്ചാൽ നിയമത്തിന്റെ കുറെ പ്രശ്നങ്ങളും വരുമല്ലോ, നൂലാമാലകളുണ്ടല്ലോ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, മെമ്പറോടൊക്കെ അറിയിച്ചു, ആളെ എടുത്തു. ആളിപ്പോൾ റിക്കവറി ആയിട്ട് വരുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിലും സാക്ഷര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലും ഒരുപാട് പേര് ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. ആരും ഇല്ലാതെ അന്യരും അനാഥരും ഒക്കെ ആക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ മക്കളൊക്കെ ധാരാളം ഉള്ളവരായിരിക്കും. അപ്പച്ചന് ഒരു മോനും മോളും ഉണ്ടെന്ന് പറയുന്നു. നമുക്കറിയത്തില്ല. കാലങ്ങളായിട്ട് പുള്ളി അവരൊക്കെ ആയിട്ട് ബന്ധമൊക്കെ വേർപെടുത്തി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളാന്ന് പറയുന്നു. ഇങ്ങനെ ഈ എവിടെയെങ്കിലും ഒക്കെ ആൾക്കാർ നഷ്ടപ്പെട്ടവരെ തിരഞ്ഞ് നിങ്ങളുടെ അവിടെ ആൾക്കാർ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് വരാറുണ്ടോ? അങ്ങനെ 1-2 കേസ് ഉണ്ടായിട്ടുണ്ട്. അത് ഹിന്ദിക്കാരൊക്കെയാ. നമ്മൾ ഇവിടെ നമ്മളുടെ സൈക്കാട്രി ഡോക്ടേഴ്സ് ഒക്കെ വരുന്നവർ മുഖാന്തരം ഇങ്ങനെ പറഞ്ഞ് അത് ശബരിമലയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞ് വന്നവർക്ക് വഴിതെറ്റിപ്പോയി അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന്, പക്ഷെ നല്ല ഫാമിലിയിലൊക്കെ ഉള്ളവരായിരിക്കും. പിന്നെ ആ ഡോക്ടേഴ്സൊക്കെ ഇടപെട്ട് അവരെ തിരിച്ച് വീടുകളിലൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മക്കളും മാതാപിതാക്കളും തമ്മിൽ അപ്പനോടും അല്ല മക്കളോട് വഴക്കുണ്ടാക്കിയൊക്കെ ചിലർ പോരും അവരുടെ രീതികളൊക്കെ കൊണ്ട്. പിന്നെ കാലഘട്ടത്തിൽ ഇവർ തിരിച്ചറിഞ്ഞ് അപ്പനും അമ്മയും എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ സംസാരിച്ച് അവരെ കുടുംബങ്ങളിലേക്ക് സന്തോഷപൂർവ്വം തിരിച്ചു കൊണ്ടുപോയ അനുഭവങ്ങളും ഉണ്ട്. പിന്നെ പരസഹായം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മനഃപൂർവ്വം ഇവരെ ഉപേക്ഷിക്കപ്പെടുന്നവരുണ്ട്. ഇവർക്ക് ഒരു ആരോഗ്യം ഇവിടെ വന്ന് വീണ്ടെടുത്ത് കഴിയുമ്പോൾ വീണ്ടും വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവരുണ്ട്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ആ വചനത്തിന്റെ ഒരു വർത്തമാനകാല ഭാഷ്യമായി മാറുകയാണ് ദൈവദാൻ സിസ്റ്റേഴ്സ്. ഞങ്ങളെ കേൾക്കുന്ന ഗുഡ്നസ് TV പ്രേക്ഷകരിൽ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ ഈ മക്കൾക്ക് കൊടുക്കുമ്പോൾ അത് ഈശോയ്ക്ക് നേരിട്ട് കൊടുക്കുന്നതാണ് എന്ന ഒരു വിചാരം ഉണർന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംവാദം പ്രാർത്ഥനാപൂർവമായ ഒരു ധന്യത നേടുന്നുണ്ട്. ദൈവത്തിന് കൊടുക്കാം, ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കാം, ആരുമില്ലാത്തവരുടെ കൂടെ ഈശോയുണ്ട് എന്ന ഈ ഒരു ചിന്ത ഈ സഹോദരിമാർ പങ്കുവെക്കുകയായിരുന്നു. അനേകായിരങ്ങളിലേക്ക് ഈ ഒരു കരുണയുടെ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, കരകവിഞ്ഞൊഴുകുകയാണ് ഈ ഒരു നദി. ഇവരെ സഹായിച്ചിട്ടുള്ള നിരവധി പേരുണ്ട്. ഇവരെ സഹായിച്ചിട്ടുള്ളവർ ഈശോയുടെ അനുഗ്രഹം ധാരാളമായി നേടിയിട്ടുള്ള അനുഭവങ്ങളുമുണ്ട്. ആരും പറയാതെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി, പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തങ്ങളുടെ നിക്ഷേപ പാത്രത്തിൽ നിന്ന് കരുതി വയ്ക്കുന്നവർ നിരവധി പേരുണ്ട്. അതൊക്കെ ഇത്തരത്തിൽ ദൈവം തരുമെന്ന് മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരുടെ അരിപ്പാത്രത്തിലെ ചോറുരുളകളായി മാറാൻ വേണ്ടി തമ്പുരാൻ കരുതി വയ്ക്കുന്ന നന്മകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഗുഡ്നസ് TVയുടെ ഈ ഒരു നല്ല സംവാദവേദി പ്രിയപ്പെട്ട ജിജി സിസ്റ്ററിന്റെ, ദേവദാൻ സഹോദരിമാരുടെ, അവരുടെ കൈകളിലൂടെ ഈശോയുടെ സൗഖ്യ സ്പർശം അനുഭവിക്കുന്ന, സ്നേഹ സ്പർശം അനുഭവിക്കുന്ന അഗതികളായ, ആർക്കും വേണ്ടാത്ത നിരാലംബരായ നിരവധി പേരുടെ ആകുലതകളിലേക്ക് നീണ്ടു ചെല്ലുകയാണ്. ക്രിസ്തുവിന്റെ കരങ്ങൾ ഈ സഹോദരിമാരുടെ പ്രവർത്തനങ്ങളിലൂടെ അനേകരിലേക്ക് എത്തുകയാണ്.
അനുഗ്രഹദായകമായ നിമിഷങ്ങളാണ് കടന്നുപോയത്. ആത്മീയമായ ഉള്ളുണർവാണ് പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഈ സഹോദരിമാരുടെ ജീവിതം നൽകുന്നത്. തീർച്ചയായും സ്നേഹദാൻ സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ ഈ കാലത്തിൽ ക്രിസ്തുവിന്റെ മുഖഭാഷ രചിക്കുകയാണ്. ആവശ്യമാണ് സഭയ്ക്ക് ഇത്തരത്തിലുള്ള സമർപ്പിത സാക്ഷ്യങ്ങൾ. ഇനിയും വളരട്ടെ ഈ സന്യാസ സമൂഹം. ഇവരിലൂടെ ആയിരങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ കരുണയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ജനറാളമ്മയ്ക്കും ഈ അഗതികളുടെ സഹോദരങ്ങൾക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന മറ്റൊരു ജീവിത സാക്ഷ്യവുമായി നമുക്ക് അടുത്ത വേദിയിൽ കാണാം. നന്ദി, നമസ്കാരം. 1999 MBBS ജോയിൻ ചെയ്യുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. 2004 ആയപ്പോഴേക്കും ഹൗസ് റെജൻസി ഇത് ചെയ്തു. 2005 കപ്പുച്ചിൻസിൽ ജോയിൻ ചെയ്യണം. ഐ ആം അവൈലബിൾ 24/7. കാരണം ഞാനിപ്പോൾ എനിക്കറിയാം എപ്പോൾ വേണമെങ്കിലും എനിക്ക് കോൾ വരുന്നു. ഞാനൊരു വിവാഹിതനാണെങ്കിൽ ആ കോൾ വരുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആളുകൾ എന്നോട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരു സീക്രസി കീപ്പ് ചെയ്യണതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ നമുക്ക് നമ്മളെ തന്നെ വ്യയം ചെയ്യാൻ പറ്റുന്നു. ഇപ്പം ഞാൻ MBBS പഠിച്ച ഡോക്ടർ അച്ഛന്മാർ വളരെ കുറവാണ്. ബട്ട് നൗ ഞാൻ ഈ ജോയിൻ ചെയ്തതിന് ശേഷം കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ MBBS കഴിഞ്ഞ് ഒരാൾ ഓർഡിനൻ്റായി.